എയറിൽ നിൽക്കുന്നതല്ല എപ്പോഴും നല്ലത്. ആണ്. നമ്മൾ എന്ത് സമ്മാനം മേടിക്കാൻ എയർ ചെയ്യുന്നിട്ട് താഴെ ഭൂമിയിൽ വന്നില്ല, ഇടയ്ക്ക് ഭൂമിയിൽ വരും, പ്രൈസ് വാങ്ങിക്കൊണ്ട് വീണ്ടും എയറിലേക്ക് പോകും. വിനായകൻ്റെ കേസ്, ആ പെൺകുട്ടി ഇപ്പം ഫീൽഡിൽ പോലും ഇല്ല. ആ കുട്ടിക്കുണ്ടായ വേദനയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാനന്ന് വാദിച്ചത്. കലാഭവമണിയായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്നോട് ദിവ്യാനൂർ അത് ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ് ഇനി പറയില്ല, ആ വീഡിയോ ഇനിയും പോയി കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ വേണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ അന്ന് പോയത് ഗസ്റ്റായിട്ടാണ്. അവിടെ വെച്ചാണ് സിനിദാദ് ബാസി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഷൈൻ ടോൺ ചാക്കോയാണ്. പക്ഷെ ഞാൻ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അവിടെ പ്രൊഡക്ഷൻ ടീം ഇത്ര ലിസ്റ്റ് കൊടുത്തു, സാഹിബിൽ ആ ലിസ്റ്റൊക്കെ വെട്ടി ഒരാൾ മതിയെന്ന് പറഞ്ഞു. അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. ഞാൻ അശ്വന്ത് കോക്കുമായിട്ട് ഭയങ്കര പോരാടി കേസ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയിട്ട പേര് മാറ്റി പിടിച്ച വ്യക്തിയാണ്. ഹായ് എവരിവൺ, വെൽക്കം ടു ദി മാറ്റ് പ്രാ ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് പല ഫീൽഡിലും ഓഫ് സ്റ്റാർട്ടിങ് കുട്ടി. പറഞ്ഞോ, കുഴപ്പമില്ല, അടിയേ പറഞ്ഞോ. ഇന്ന് നമ്മുടെ കൂടെ ഓക്കെ ഓക്കെ. ഞാൻ തന്നെ ഇൻട്രോ പറയാം. എൻ്റെ ഇൻട്രോ ഞാൻ തന്നെ പറയാം. എൻ്റെ ഇൻട്രോ ഞാൻ തന്നെ പറഞ്ഞ് നിങ്ങളെ പരിചയപ്പെടുത്തി അങ്ങ് പോവാം. ഓക്കെ. ഹായ് എവരിവൺ, വെൽക്കം ടു ദി മാറ്റ് പ്രാ ഷോ. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് വർഷങ്ങളായിട്ട് മീഡിയ ഫീൽഡിൽ നിറഞ്ഞു വരിക്കുന്ന ഒരു ജേർണലിസ്റ്റാണ് ഹൈദരാലി. ഹായ് ചേട്ടാ, വെൽക്കം. നമസ്കാരം. നമസ്കാരം. വെൽക്കം ടു ദി ഷോ. എന്തൊക്കെയുണ്ട് വിശേഷം? നന്നായിട്ട് പോകും, നല്ല സുഖം. എപ്പോഴും എയറിൽ നിൽക്കുന്നതുകൊണ്ടേ നല്ല സുഖം. എയറിൽ നിൽക്കുന്നതല്ല എപ്പോഴും നല്ലത്. ആണ്. നമ്മൾ എന്ത് സമ്മാനം മേടിക്കാൻ എയർ ചെയ്യുന്നിട്ട് താഴെ ഭൂമിയിൽ വന്നില്ല, ഇടയ്ക്ക് ഭൂമിയിൽ വരും, പ്രൈസ് വാങ്ങിക്കൊണ്ട് വീണ്ടും എയറിലേക്ക് പോകും. ചേട്ടന് അതിനകത്ത് അഭിമാനം തീർച്ചയായിട്ടും. ഉണ്ട്. അപ്പോഴേ എൻ്റെ വീഡിയോ കാണുന്നില്ല ആളുകൾ, അതെ അതെ. അപ്പോഴേ എനിക്ക് വരുമാനം കിട്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് അവർ കാണണം. ഓക്കെ, നല്ലൊരു സ്റ്റാർട്ടായിട്ടുണ്ട്. എയറിൽ നിന്നിട്ട് കാര്യമുള്ളൂ, അല്ലെങ്കിൽ ഇങ്ങനെ നിന്നിട്ട് കാര്യമില്ല. ഇല്ല. എന്തെങ്കിലും വിവാദം ഉണ്ടാക്കി കയറിക്കോ. അപ്പോൾ ഈ ചാനൽ എവിടെ എത്തുമെന്ന് അറിയുമോ? ഒരു ഡൗട്ടും വേണ്ട. ആക്ച്വലി ഞങ്ങളുടെ മോട്ടീവ് അതല്ല തോന്നുന്നില്ലേ, ചെറിയൊരു ചെയ്തിട്ട് Right. കണ്ടന്റ് ഓറിയന്റഡ് ആയിട്ട് പോവാ എന്നുള്ളൊരു മൈൻഡ് സെറ്റാണ് ഞങ്ങൾക്ക്. അല്ല, പലതും പല മേഖലയിലാണല്ലോ. ഇപ്പം ഞാനൊരു ചാനലിൽ നിൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയല്ലല്ലോ. ഞാൻ സാറ്റലൈറ്റ് ചാനൽ 2003 തുടങ്ങിയാണ്. ഇന്ത്യ വിഷനിൽ തുടങ്ങിയ ജീവിതമല്ലേ, ഇത്ര വർഷമായി എൻ്റെ ജീവിതം. അപ്പോൾ അതിൽ വ്യത്യാസമുണ്ടല്ലോ, അത് ഒരുപാട് വ്യത്യാസം. ഒത്തിരി വ്യത്യാസമുണ്ട്. ഇപ്പം നമ്മൾ സ്വന്തമാകുമ്പം നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ എയറിൽ കയറും. അപ്പോൾ നമുക്ക് പൈസ കിട്ടണം, കുറേ സ്റ്റാഫുണ്ടല്ലോ, ശമ്പളം കൊടുക്കണമല്ലോ. അതാണ് എൻ്റെ വ്യത്യാസം. എപ്പോഴും നല്ല കണ്ടൻറ്റ് ചെയ്യുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. അങ്ങനെ നല്ല കണ്ടൻറ്റ് ചെയ്യുമ്പോഴാണ് നമ്മളൊരു ജേർണലിസ്റ്റ് എന്ന് അംഗീകരിക്കപ്പെടുന്നത്. അങ്ങനെ അംഗീകരിക്കപ്പെട്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ യാത്ര ചെയ്തത്. അതെ, ഞാൻ ഇപ്പോൾ ചേട്ടൻ്റെ ഒരു പേര് ഗൂഗിളിൽ സെർച്ച് ചെയ്തു. അതായത് ഹൈദരാലി, വേറെ പേരുകൾ വരും, വേറെ ആൾക്കാരുടെ ഇത് കാണിക്കുന്നുണ്ട്. പക്ഷേ എന്നാലും കൂടുതലായിട്ട് നോക്കിയപ്പോൾ സ്റ്റാർട്ടിങ് നടക്കുന്നത് അണ്ടർ റേറ്റഡ് ജേർണലിസ്റ്റ് എന്നുള്ളൊരു ടാഗാണ്. ആക്ച്വലി അതിനോട് ചേട്ടൻ എന്താണ് തോന്നുന്നത്? അതൊരു നെഗറ്റീവ് ഇതായിട്ട് തോന്നുന്നുണ്ടോ? ഇല്ല, ഞാൻ പറയില്ല, ഞാൻ ഈ നെഗറ്റീവും പോസിറ്റീവും നെല്ലും പതിരും തിരിക്കുന്നില്ലാത്ത ഒരാളാണ്. എനിക്ക് നെല്ലും പതിരും തിരിക്കേണ്ട കാര്യമേ ഇല്ല. അതുകൊണ്ട് നെഗറ്റീവായിട്ട് ഞാൻ കൂട്ടാറില്ല. അണ്ടർ റേറ്റഡ് ആയിട്ട് തന്നെ ഞാൻ ടാഗിൽ ഒരു പ്രശ്നമില്ല എനിക്ക്. അതങ്ങനെയല്ലേ സമൂഹം ചെയ്തിരിക്കുന്നത്, പിന്നെ എന്തിനാണ് ഞാൻ മാറ്റുന്നത്? പക്ഷെ അവിടെ ഞാൻ നേരത്തെ പറഞ്ഞു, അവിടെ എൻ്റെ പോയിൻ്റ് സെർച്ച് ചെയ്യുമ്പോൾ ഞാൻ വരുന്നുണ്ടല്ലോ, ഏത് ലൈനിലും ആയിട്ട് ഞാൻ വരുന്നില്ലേ. അതാണ് ഞാൻ കണക്ക് കൂട്ടിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് എനിക്ക്, ഞാൻ പറഞ്ഞില്ലേ, എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു പ്രശ്നം എൻ്റെ ജീവിതത്തിലില്ല. എനിക്കെതിരെ എന്തോരം കമൻറ്റുകൾ വരാറുണ്ട്. ചില ആളുകൾ കുത്തിപ്പിരിച്ച് എഴുതിട്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടും. അങ്ങനെ ഒത്തിരി പോസ്റ്റുകളുണ്ട്. പക്ഷേ ഞാൻ ഇതൊന്നും മൈൻഡ് ചെയ്യാറില്ല. പക്ഷേ എൻ്റെ വീട്ടിൽ വൈഫൊക്കെ എടുത്തിട്ട് ചിലപ്പോൾ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് കണ്ടോ ഇത് കണ്ടില്ലേന്ന്. ഓക്കെ, ഞാൻ കണ്ടു, പ്രശ്നമില്ല. പക്ഷേ എൻ്റെ വീട്ടിലിരിക്കുന്നവർക്കെതിരെ ആരോപണമായിട്ട് വരുമ്പോൾ മാത്രം ചിലപ്പം നമ്മൾ കോപ്പറേറ്റ് കൊടുക്കും. പക്ഷേ എൻ്റെ വീഡിയോ എടുത്തിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അവർക്കൊന്നൊരു സ്ട്രൈക്ക് കൊടുക്കുന്നൊരു പരിപാടി എനിക്കുണ്ട്, അതിപ്പോഴും ചെയ്യുന്നുണ്ട്. അല്ലാതെ വേറെ ഈ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ഏത് രീതിക്ക് വന്നാലും എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പോഴും പറയുന്നു, എനിക്കത് പ്രശ്നമേ അല്ല. സാറിന് ഇപ്പോൾ വീഡിയോസ് സെർച്ച് ചെയ്യുന്ന സമയത്ത്, നമ്മൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യുന്ന സമയത്ത് കൂടുതലും ട്രോൾ വീഡിയോസാണ് വരുന്നത്. ട്രോൾ പല രീതിയിൽ ട്രോളുകൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ട്രോൾ മെറ്റീരിയലായിട്ട് മാറപ്പെടുമ്പോൾ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഡെഫിനറ്റ്ലി റീച്ച് കൂടുന്നുണ്ട്, നമുക്ക് വരുമാനം വരുന്നുണ്ട്. പക്ഷേ ആസ് എ പേഴ്സൺ, ഒരു മീഡിയ പേഴ്സൺ, എവിടെയാണ് നമ്മൾ തുടങ്ങിയത്, നമ്മളിപ്പോൾ എവിടെ വന്ന് നിൽക്കുന്നു, അങ്ങനെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം, ഒരു കുറ്റബോധം, അല്ലെങ്കിൽ ഒരു സങ്കടം. കുറ്റബോധമില്ല കേട്ടോ, കുറ്റബോധം എന്ന് പറഞ്ഞ സാധനം അതിനകത്ത് വാക്കില്ല. ഒരു വിഷമം തോന്നുന്ന ഒരു സന്ദർഭം ഉണ്ടാകുന്നുണ്ടോ? കാരണം ഞാൻ ഇങ്ങനെയല്ല അറിയപ്പെടേണ്ടിയിരുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭവം തോന്നാറുണ്ട്? അങ്ങനെയാണ് ഈ പ്രധാനമന്ത്രി നരേന്ദ്ര മോദി എന്നേ ഇതിൽ ഇരയായി, മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇല്ലേ, ട്രോളുകൾ കണ്ടിട്ടില്ല. അതിലൊരു ചെറിയ ചേഞ്ച് എന്ന് പറഞ്ഞാൽ
അവരിൽ പകുതി ഇഷ്ടപ്പെടുന്നവരും ഉണ്ട്, എഗെയിൻസ്റ്റ് നിൽക്കുന്നവരും എന്നെ ഉണ്ട്. ഇഷ്ടപ്പെടുന്ന ഇത്രയും ആളുകളുണ്ടോ ഇല്ല എന്ന് പറയാൻ പറ്റുമോ? പക്ഷെ നോക്കുമ്പോൾ കമന്റുകളെല്ലാം ഫുൾ നെഗറ്റീവ് അല്ല ട്രോളുകളാണ് കൂടുതൽ. ഇത് തെറ്റി. എന്നെ ഇഷ്ടപ്പെടുന്ന ഇത്രയും ആളുകളുണ്ട്. എൻ്റെ പ്രേക്ഷകർ കൂടുതലും കുടുംബ പ്രേക്ഷകരാണ്. ഞാൻ എടുത്ത ഇൻ്റർവ്യൂസ് എടുത്ത് നോക്കിയാൽ അറിയാം, കുടുംബ പ്രേക്ഷകരാണ് എനിക്കുണ്ട്. എനിക്ക് കൂടുതൽ ഗൾഫ് കൺട്രിയിൽ നിന്ന് ഒത്തിരി പ്രേക്ഷകരുണ്ട്. മനസ്സിലായോ? ഇത് മനഃപൂർവ്വം ചില ആളുകൾ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങളിപ്പം പറഞ്ഞല്ലോ ട്രോളുകൾ കാണുമ്പോൾ വിഷമം തോന്നുന്നു എന്ന് ചോദിച്ചില്ലേ? ഈ ട്രോളുകൾ ചെയ്യുന്ന പേജുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എൻ്റെ മാറ്റിയെടുത്ത് പേജുകളും ശ്രദ്ധിക്കുക. ആരെയാണ് ഇവർ ട്രോൾ ചെയ്യാത്തത്? എല്ലാവരെയും ട്രോൾ ചെയ്യുന്നുണ്ടല്ലോ. ഈ ട്രോൾ പേജുകളെല്ലാം ഹൈദരാലിയുടെ ആണോ? എനിക്ക് ട്രോൾ പേജുകളില്ല. ഞാനിത് തുടങ്ങാൻ പോവാം. എന്നോട് ചോദിച്ചിട്ടുണ്ട്, ട്രോൾ പേജ് തുടങ്ങി ഇതിലും കൂടുതൽ വരുമാനം കിട്ടും, എന്നെ തന്നെ ട്രോൾ ചെയ്താൽ പോരെ? അപ്പോൾ എനിക്ക് വേറെ വിഷമങ്ങളോ കാര്യങ്ങളൊന്നും ഇല്ല. എനിക്കില്ല, ഞാൻ തന്നെയാണ് ട്രോൾ. ആര് ചെയ്യുന്നതിന് മുന്നേ ഞാൻ തന്നെ നമുക്ക് തന്നെ ചെയ്യാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറഞ്ഞത്, ഈ ട്രോള് എന്ന സാധനം ഇല്ലായിരുന്നെങ്കിൽ സിനിമകളെല്ലാം എന്നേ മരിച്ചു പോയേനെ ഇല്ലേ? സിനിമകൾ നമ്മൾ എടുത്ത് വയ്ക്കുക, ആ ട്രോൾ ചെയ്യുമ്പോൾ സിനിമയുടെ കൂട്ടിയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് സിനിമയെ ഓർക്കാൻ വേണ്ടി ഇവർ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നെ വിറ്റിട്ട് ഇവർ പൈസ ഉണ്ടാക്കുന്നു. അത് നല്ല കാര്യത്തിന് അവർ കിട്ടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇപ്പം നമ്മളും ചെയ്യുന്നത് അത് തന്നെയല്ലോ, നമ്മൾ വേറെ ആൾ ഇൻ്റർവ്യൂ എടുത്തിട്ട് കൊടുക്കുമല്ലേ. പക്ഷെ നല്ല രീതിക്ക് വിനിയോഗിച്ചിട്ട് അവർക്ക് നല്ല രീതിക്ക് ചിലവാക്കാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്ക് ഒരു ചെറിയ ഡൗട്ടൊക്കെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ചില വാക്കുകളാണ് ട്രോള്, ചില തമ്പ് ലൈനുണ്ടല്ലോ, അത് വളരെ വൃത്തിഹീനമായിട്ട് ചെയ്യും. തമ്പ് നമുക്ക് പറയാൻ പറ്റാത്ത വാക്കുകൾ, അത്തരം തമ്പ് ലൈനുകൾ ചെയ്യുമ്പോൾ മാത്രമാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രൈക്ക് കൊടുക്കാറുള്ളത്. ട്രോൾ ചെയ്യണം തമ്പിൽ. ഇപ്പം ഞാനും നമ്മുടെ തമ്പിലാണല്ലോ സ്ട്രൈക്ക് ചെയ്യുന്നത് എല്ലാവരും. അത് മാറ്റില്ല, തമ്പ് നോക്കിയിട്ടേ കയറും. ചിലപ്പോൾ അതിൻ്റെ അകത്ത് ഒന്നും കാണില്ല. പക്ഷെ ആ തമ്പ് ലൈനിൽ എനിക്ക് ചിലപ്പോൾ പ്രശ്നം ഉണ്ടാക്കാറുണ്ട്. തമ്പുകൾ വളരെ മോശമായ, നമ്മൾ എന്തായാലും ഒരു മാർക്കറ്റ് എത്ര തന്നു കാണുന്നതല്ല കേട്ടോ, മാർക്കറ്റിൽ പോലും സംസാരിക്കാത്ത വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതവർ വീട്ടിൽ നിന്ന് പഠിച്ച വാക്കുകളായിരിക്കാം, അവരെ പേരൻസ് പഠിപ്പിച്ചായിരിക്കാം ആ വാക്കുകൾ. മനസ്സിലായോ? അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഞാൻ പഠിപ്പിക്കുന്നതാണല്ലോ എൻ്റെ കുട്ടികൾ പഠിക്കുന്നത് അല്ലേ? എന്നെ പഠിപ്പിക്കുന്ന എൻ്റെ മാഷ് പഠിക്കുന്നതല്ലേ ഞാൻ പഠിച്ചു പോകുന്നത്. പക്ഷെ അവർക്ക് അങ്ങനെ ഒരു ഗുരുത്വം കിട്ടാത്തവരാണ് ഈ ഏറ്റവും മോശമായ രീതിയിലുള്ള തമ്പുകൾ പേര് ചേർത്ത് കൊടുക്കുന്നത്. അത് മാത്രമാണ് എനിക്ക് ചെറിയ പ്രശ്നങ്ങളുണ്ടായിട്ടുള്ളൂ. മറ്റേ ട്രോളിൽ എങ്ങനെ വന്നാലും എനിക്ക് യാതൊരു ഉപേക്ഷയില്ല. നിങ്ങളെപ്പോൾ സെർച്ച് ചെയ്താലും എൻ്റെ ഏറ്റവും ആദ്യം കിടക്കുന്ന ട്രോളുകൾ എൻ്റെ ആയിരിക്കും. ഒരു മീഡിയക്കാർക്കും ഉണ്ടാവില്ല. അത് 100% ഗ്യാരണ്ടിയോട് പറയാം. പക്ഷേ ഞാൻ റിപ്പോർട്ട് ടി വി ഇരിക്കുമ്പോൾ നികേഷ് കുമാർ സാറിൻ്റെ കൂടെയാണല്ലോ, എൻ്റെ ഗുരു എന്ന് പറഞ്ഞ അദ്ദേഹമാണല്ലോ. ഞങ്ങൾ രണ്ടുപേരും എടുത്ത ഇൻ്റർവ്യൂ, നിഖിലയുടെ ഇൻ്റർവ്യൂ ഉണ്ട്. അതിപ്പോൾ ഏറ്റവും ആദ്യം ഒരു നിഖില ഞങ്ങൾക്ക് ട്രോൾ ചെയ്ത സാധനമാണ്. പക്ഷെ നിഖിലാവിൽ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണെന്ന് വിശ്വസിക്കുന്ന ആളെ അതെടുത്ത് എന്തിനും ട്രോളാക്കുന്നു. ഞാൻ പറഞ്ഞു, അവരുടെ ഉപജീവന മാർഗ്ഗമാണത്. അതിന് യാതൊരു പ്രശ്നവും എനിക്കില്ല എന്ന് മനസ്സിലായില്ലേ? ഇനി ഇതിലും നല്ല കമൻറ്റ് വരും, നല്ല ട്രോളും വരും. ഞാൻ വെൽക്കമിങ് ആണ് എല്ലാത്തിനും. അങ്ങനെ വേണം. പക്ഷെ ഒരു പേഴ്സണലൈസ്ഡ് ആകുമ്പോഴാണ് അതിനൊരു പ്രശ്നം വരുന്നത്. ഒരു വ്യക്തിയെ മാത്രം ഇപ്പോൾ ഈ ഹൈദരാലിയുടെ ഒരു മൈൻഡ് സെറ്റ് ആയിരിക്കില്ല മറ്റു ആൾക്കാർക്ക്. ഒരിക്കലും. അപ്പോൾ അത് പേഴ്സണലൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ ഒരു എന്താ പറയുക ഡെപ്തും കാര്യങ്ങളും എല്ലാം മാറുകയാണ്. തീർച്ചയായിട്ടും. നമ്മൾ എൻ്റെ കൂടെ ഫീൽഡിലുള്ള എനിക്കിപ്പോഴും പറഞ്ഞ ഒരു പെൺകുട്ടി, ഒരു പ്രസ് മീറ്റ് മുമ്പ് ആ പെൺകുട്ടിക്ക് വലിയ വിഷയമുണ്ടായി, ഞങ്ങൾ ഇടപെട്ട ഒരു വിഷയമുണ്ട്, വിനായകൻ്റെ കേസ്. ആ പെൺകുട്ടി ഇപ്പം ഫീൽഡിൽ പോലും ഇല്ല. ആ കുട്ടിക്കുണ്ടായ വേദനയാണ്. ആ പെൺകുട്ടിക്ക് വേണ്ടിയാണ് ഞാനന്ന് വാദിച്ചത്. വിനായകൻ്റെ കേസ് ഞാൻ പറയുന്നത്, ആ പെൺകുട്ടിക്ക് വേണ്ടി ഞാൻ വാദിച്ചത്. ആ പെൺകുട്ടി ഇപ്പം പാവം, ആ പെൺകുട്ടിക്ക് പ്രതികരിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞങ്ങൾ പ്രതികരിച്ചു. ഇപ്പോൾ താങ്കൾക്കെതിരെയാണെങ്കിലും നമുക്ക് മോശമായെങ്കിൽ നമ്മൾ പ്രതികരിക്കാനൊരു കഴിവില്ലെങ്കിൽ നമ്മൾ എന്തിനാണ് ആണായിട്ട് ജീവിക്കുന്നത്? ഒരു പെൺകുട്ടിയാണെങ്കിലും പ്രതികരിക്കാൻ കഴിവില്ല. നമുക്കെതിരെ ഇപ്പോൾ നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് അദ്ദേഹത്തിനെതിരെ ഒരു ആരോപണം വെച്ചാൽ പ്രതികരിക്കാൻ കഴിവുണ്ടെങ്കിൽ പ്രതികരിക്കണം. അങ്ങനെ പ്രതികരണം വരുമ്പോൾ പ്രശ്നങ്ങളുണ്ടാകാറുണ്ട്. പക്ഷേ ഞാനതൊന്നും നോക്കാറില്ല. അന്ന് എനിക്ക് വലിയ വിവാദങ്ങളുണ്ടായി. പക്ഷേ എന്നെ വളരെ പൊക്കി പറഞ്ഞവർ എന്നെ പിന്നീട് ഒരു പ്രസ് മീറ്റിൽ വിനായകൻ എന്തോ പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല എന്ന് പറഞ്ഞ് നേരെ താഴത്തേക്ക് കൊണ്ടിട്ടവരുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാൻ പറഞ്ഞ ആ പെൺകുട്ടിക്കുണ്ടായ ഒരു വിഷമത്തിലാണ് ഞാൻ ഇടപെട്ടത്. വിനായകൻ അന്ന് സംസാരിച്ച ഒരു കാര്യത്തിൽ അതൊരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ പറയാൻ പറ്റും, എനിക്ക് പറയാനുള്ളൂ, നിങ്ങൾക്ക് പറയാനുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിൽ ഒരു പ്രതികരണ ശേഷിയുള്ള ഒരു വ്യക്തിയാണ് ഞാൻ. അപ്പോൾ അതിൽ എടുത്ത് ജാതിയുടെ പേരിലും മതത്തിൻ്റെ പേരിലും നിറത്തിൻ്റെ പേരിലും വർണ്ണത്തിൻ്റെ പേരിൽ അല്ല, എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തും എന്നായിരുന്നു. ഒത്തിരി ആളുകൾ സപ്പോർട്ട് ചെയ്ത് തന്നെ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ എന്നെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്. അപ്പോൾ പ്രതികരിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. പ്രതികരണത്തിന് ആക്ച്വലി ബലം ഉണ്ടാവാറുണ്ടോ? 100%. ഉണ്ടാവാറുണ്ട്. 100%. എന്നെ പേഴ്സണലായിട്ട് വിളിക്കുന്ന എത്രയോ പേരുണ്ട്.
എനിക്ക് വാട്സാപ്പിൽ മെസ്സേജ് അയക്കുന്നവർ എത്ര പേരുണ്ട്. ആ കുട്ടിക്ക് വേണ്ടി ഇപ്പം നമ്മൾ പ്രതികരിച്ചു എന്ന് പറഞ്ഞു. പക്ഷെ ആളിപ്പോൾ ആൾ ഇൻഡസ്ട്രിയിൽ നിന്ന് മാറിയില്ലെങ്കിൽ ആളുടെ കരിയർ ഇപ്പോൾ സ്റ്റോപ്പ് ചെയ്ത് ഇല്ല, ആ കുട്ടി ഇപ്പം വേറെ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഒരു ത്രൂ ആയിട്ട് നിൽക്കുന്നില്ല എന്നുള്ളൂ. മനസ്സിലായി, ത്രൂ ആയിട്ട് നിൽക്കുന്നില്ല. ആ കുട്ടിക്കുണ്ടായ ഒരു 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 ഇതുണ്ടല്ലോ, പ്രശ്നമുണ്ടല്ലോ, അത് സ്വാഭാവികമാണല്ലോ. പക്ഷെ ഞാൻ ആ കുട്ടിയായിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഫ്രീലാൻസായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അന്ന് സ്റ്റാഫ് പോലെ വർക്ക് ചെയ്ത കുട്ടിയാണ്. പക്ഷെ അവിടെ ഒരു ചോദ്യമുള്ളത് എന്തിനാണ് ഞാൻ പ്രതികരിച്ചതെന്ന് ചോദിക്കുന്നവരും ഉണ്ടായി. അവർക്കില്ലാത്ത ബുദ്ധിമുട്ട് നമുക്കെന്തിനാണ്? അവളെൻ്റെ സഹോദരിയാണ്, അതുകൊണ്ടാണ് ഞാൻ പ്രതികരിച്ചത്. അങ്ങനത്തെ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് ഈ വിഷയം ഉണ്ടായത്. അർത്ഥമല്ല, അത് അന്ന് ഒത്തിരി സപ്പോർട്ട് വന്നു. അതുപോലെ തന്നെ വിനായകൻ്റെ വേറെ വിഷയം വന്നപ്പം എനിക്കെതിരെ വന്നു. വീണ്ടും വിനായകൻ്റെ ഒരു വിഷയം വന്നു, ഉമ്മൻചാണ്ടിയുടെ വിഷയം വന്നു, ഞാൻ വിനായകനെതിരെ വന്നപ്പോൾ എനിക്ക് സപ്പോർട്ട് വന്നു. സമൂഹം അങ്ങനെയാണെന്നേ, എന്ത് ചെയ്യാൻ പറ്റും നമുക്ക്? എൻ്റെ വ്യൂ ആയിരിക്കുമല്ലോ താങ്കളുടെ വ്യൂ, ഒരിക്കലുമല്ല. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മൈൻഡ് ചെയ്യാതെ ഇരിക്കാവോ? എന്ത് രസമായിരിക്കുന്ന ജീവിതം എന്നറിയോ? അടിപൊളിയായിട്ട് മുന്നോട്ട് പോകാം. അതെ. ഇപ്പോൾ ട്രോള് കാണുമ്പോഴത്തേക്കും എന്തായാലും ഒരു നെഗറ്റീവ് രീതിയിൽ എടുക്കുന്നില്ല. എല്ലാം പോസിറ്റീവായിട്ട് തന്നെയാണ് എടുക്കുന്നത്. അത് വീഡിയോ നമ്മൾ പിന്നെ മേ ബി നല്ലൊരു സിറ്റുവേഷനിൽ ഇരുന്ന് കാണുമ്പോൾ അത് ആ ഒരു രീതിയിൽ വിട്ടുകളയും. ഇപ്പോൾ ലൈവായിട്ടൊരു സ്റ്റേജിൽ നിൽക്കുമ്പോൾ നമുക്കുണ്ടാവുന്നൊരു ഇൻസൾട്ട്, അതും സെലിബ്രിറ്റീസിൻ്റെ സൈഡിൽ നിന്ന് തന്നെ വേറെ ആർക്കും കൊടുക്കാത്ത രീതിയിലൊരു ഇൻസൾട്ട് നമുക്ക് തരുമ്പോൾ അപ്പോഴും നമുക്ക് അത് പോസിറ്റീവായിട്ട് മാത്രം എടുക്കാൻ പറ്റും. ഇല്ല, അങ്ങനെ ഒരു സംഭവം എൻ്റെ ജീവിതത്തിലുണ്ടായാണ് ശ്രീനാഥ് ബാസിയായിട്ട്. അതെ അതെ. മനസ്സിലായി. എൻ്റെ ഒരു സുഹൃത്തിൻ്റെ സിനിമ ഷൂട്ടിംഗ് കഴിഞ്ഞു. അംജത്ത് എന്നാണ് പ്രൊഡ്യൂസറിൻ്റെ പേര്. ഞാനും അംജത്തും എൻ്റെ രണ്ട് സുഹൃത്തും മൻസൂറും പൈസയും കൂടെ ഒരു സിനിമ പ്രൊഡ്യൂസ് ചെയ്യാനിരുന്ന സമയമാണ്. ഞങ്ങൾ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി പൈസ വരെ അഡ്വാൻസ് കൊടുത്തൊരു സിനിമയായിരുന്നു. ഞാനും പ്രൊഡ്യൂസറിൻ്റെ ഭാഗമാണ്. ആ സിനിമ നടക്കാതെ പോയപ്പോൾ അംജത്ത് വേറൊരു സിനിമയായിട്ട് വന്നു. ഞാൻ അന്ന് പോയത് ഗസ്റ്റായിട്ടാണ്. അവിടെ വെച്ചാണ് ശ്രീനാഥ് ബാസി എന്നെ ഇൻസൾട്ട് ചെയ്യുന്നത്, ഷൈൻ ടോൺ ചാക്കോയാണ്. പക്ഷെ എന്നെ കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അവിടെ ബാസിക്ക് കൃത്യമായിട്ട് മറുപടി കൊടുത്തു. അന്ന് എന്നെ ഒത്തിരി പേര് അഭിനന്ദിച്ചു. ഞാൻ അന്ന് അവിടെ വെച്ച് പ്രതികരിച്ച ഒരാളാണ്. അതാണ് എനിക്ക് സ്റ്റേജിലുണ്ടായ ഏറ്റവും വലിയ ഇൻസൾട്ടിങ് എന്ന് പറയുന്നത്. പക്ഷെ ഞാൻ അന്ന് തക്കതായ മറുപടി കൊടുത്തു. അത് പിന്നീട് സമൂഹത്തിൽ ഒത്തിരി സംസാരം ഉണ്ടായി. ഞാൻ അതിനുശേഷം അതിനുമുമ്പ് ശ്രീനാഥ് ബാസിയായിട്ട് ചെറിയ പ്രശ്നങ്ങളുണ്ടായിരുന്നു. എനിക്കറിയാം, അദ്ദേഹത്തിന് ഒരു വിലക്ക് വന്നപ്പോൾ ഞാനാണ് ഏറ്റവും ആദ്യം വാർത്ത ബ്രേക്കിംഗ് ചെയ്തത്. അന്ന് റിപ്പോർട്ട് ടി വിയിലാണ് ബ്രേക്കിംഗ് ചെയ്ത് വാർത്ത വലിയ വിവാദമായി. പിന്നീട് പല പ്രശ്നങ്ങളായിട്ട് പുള്ളിക്കെതിരെ ചെയ്യുന്നതാണ്. ഇപ്പോഴും ഞാൻ ശ്രീനാഥ് ബാസിയായിട്ട് സംസാരിക്കാറുണ്ട്. ഞാനിപ്പോഴും സംസാരിക്കാറില്ല. അത് എനിക്ക് ശ്രീനാഥ് ബാസിയുടെ സിനിമ, അദ്ദേഹം അഭിനയിക്കുന്ന സിനിമയിൽ എനിക്ക് 2-3 സിനിമയിൽ എനിക്ക് ചാൻസ് കിട്ടി. അത് ശ്രീനാഥ് ബാസിയായിട്ടുള്ള കോമ്പിനേഷനാണ്. ഞാൻ ഒരിക്കലും ചെയ്യില്ല എന്ന് പറയും. അത് നമ്മുടെ ഒരു പ്രശ്നമാണല്ലോ. ഞങ്ങളത് കഴിഞ്ഞിട്ട് പുള്ളിയുടെ വേറൊരു സിനിമ ലൊക്കേഷൻ അപ്പോൾ ഞങ്ങൾ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട്. പക്ഷെ അന്നുണ്ടായ ഇൻസൾട്ടിങ് എനിക്ക് വലുതായിരുന്നു. സ്റ്റേജിൽ ഞാൻ ഗസ്റ്റാണ്, ഒരു മാധ്യമപ്രവർത്തനം എന്ന നിലയ്ക്കല്ല പോയത്, ഞാൻ ഗസ്റ്റായിട്ടാണ് പോയത്. അവിടെ ശ്രീനാഥ് ബാസി അങ്ങനെ സംസാരിച്ചപ്പോൾ ഞാൻ സ്റ്റേജിൽ വെച്ച് പ്രതികരിച്ചു എന്നുള്ളതാണ്. പക്ഷേ ഞാൻ അവിടുത്തെ കൈയും കെട്ടി മിണ്ടാതെ പോയിട്ടില്ല. അതൊരു വലിയ ഇൻസൾട്ടിങ് എനിക്ക് തോന്നുന്നു. പക്ഷേ അതിനുള്ള കൃത്യമായ മറുപടി ഞാൻ കൊടുത്തിരുന്നു. അത് അന്നത്തെ സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ആഘോഷിച്ച ഒരു ദിവസമായിരുന്നു. അന്ന് ആ സിനിമയ്ക്ക് വലിയ മൈലേജും കിട്ടി. അതെ, അതിന് ഞാനൊരു ഭാഗമായി. അന്നുണ്ടായിരുന്നു അല്ലേ? ഇല്ല, ഞാനൊരു പാപ്പ അന്നും ഈ ഇത്തരത്തിലുള്ള നമ്മൾ ഒരു ഇൻ്റർവ്യൂവിന് ഇരിക്കുന്ന സമയത്ത് നമ്മൾ ചോദിക്കുന്ന ചോദ്യങ്ങൾ കറക്റ്റ് ആവുന്നില്ല. അത് കുറച്ച് പേഴ്സണലൈസ്ഡ് ആവുമ്പോഴാണ്, അല്ലെങ്കിൽ ആവുന്നത് കൊണ്ടാണ് ഇത്തരത്തിലൊരു നെഗറ്റീവ് ചിന്തകൾ, അല്ലെങ്കിൽ ഇപ്പോൾ തിരിച്ചിങ്ങനെ റിയാക്ട് ചെയ്യണം. ഹൈദരാലിയാണ് ഇരിക്കുന്നത്, ഓക്കെ ഇങ്ങനെ റിപ്ലൈ കൊടുത്താൽ മതി എന്ന് തോന്നുന്നു. അവരങ്ങനെ ചിന്തിക്കുന്നത് അതുകൊണ്ടായിരിക്കും എന്ന് തോന്നിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും അങ്ങനെ തോന്നുന്നു. എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻ്റർവ്യൂവിൽ കൗണ്ടർ തരുന്ന മമ്മൂക്കായ. മമ്മൂക്ക എനിക്ക് മാത്രമല്ല, എല്ലാവർക്കും കൊടുക്കും. പക്ഷേ പേഴ്സണലി വലിയ ഇഷ്ടമാണ് മമ്മൂക്കാക്ക് എന്നെ. എനിക്ക് മമ്മൂക്കാനെ ഇഷ്ടമാണ്. മമ്മൂക്കായുടെ ഒരു ഇൻ്റർവ്യൂ ഏറ്റവും കൂടുതൽ കൗണ്ടർ, ഒരാൾക്കിനും കൗണ്ടർ വരാതെ മമ്മൂക്ക പോയിട്ടുണ്ടോ? നിങ്ങൾ മമ്മൂക്കായുടെ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയോ? മമ്മൂക്കായുടെ ഇൻ്റർവ്യൂ എടുത്ത് എല്ലാവരും എടുത്ത് നോക്കുക. മമ്മൂക്ക പൊട്ടക്കണ അപ്പം തിരിച്ചു തരും. പക്ഷെ അത് ഇഷ്ടമുള്ളവരുടെ അടുത്തേ പറയുള്ളൂ മമ്മൂക്ക. ഇല്ലാത്തടത്ത് മമ്മൂക്ക അങ്ങനെ സംസാരിക്കില്ല. ആ ചോദിച്ച ചോദ്യത്തിന് മറുപടി കറക്റ്റായിട്ട് പറയാം. ഞാൻ ഇൻ്റർവ്യൂ എടുക്കാൻ പോകുമ്പോൾ ഞാൻ പേഴ്സണൽ കാര്യങ്ങൾക്ക് പോകുന്നുണ്ടെന്നുള്ളത് സത്യമാണ്, ഇല്ല എന്ന് പറയില്ല. പക്ഷെ നമ്മളൊരു സിനിമയുടെ ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ ഒരു 80% സിനിമയുടെ കൂറ് വേണമെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. 20% നമുക്ക് അതിലേക്ക് പോകാം. പക്ഷെ ഞാൻ ചോദിക്കുമ്പോൾ അവർക്ക് മറുപടി ലൈവ് അല്ലല്ലോ, മറുപടി പറയാതെ ഇരിക്കാം. അവർ മറുപടി പറയുന്നുകൊണ്ടല്ലേ ഞാൻ കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ എൻ്റെ കാര്യങ്ങൾ പലതും ചോദിച്ചല്ലോ അല്ലേ? പക്ഷെ ഞാൻ മറുപടി പറയാതിരുന്നത് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റില്ലല്ലോ. പക്ഷെ ഞാൻ പേഴ്സണൽ കാര്യങ്ങൾ ചോദിക്കും. പക്ഷെ എനിക്കറിയാലോ അങ്ങനെ ഒരു വിഷയങ്ങൾ കിടപ്പുണ്ട്. ആ വിഷയം എന്ന് ചോദിച്ചാൽ എനിക്കൊരു ആൻസർ കിട്ടിയാൽ അത് പ്രേക്ഷകർ കാണുമല്ലോ എന്ന് വിശ്വസിക്കുന്ന ആളെ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ദിവ്യാണിയുടെ ഇൻ്റർവ്യൂ എടുത്തു. ഞാൻ നല്ല ഇൻ്റർവ്യൂ എടുത്തു. എനിക്കിപ്പം 1 മില്യൺ കഴിഞ്ഞ ഇൻ്റർവ്യൂ ഒരു ദിവസം കണ്ട്. അത്
ഞാൻ കലാഭവമണിയുടെ കാര്യം ചോദിച്ചു, ദിവ്യാനോട് ചോദിച്ചു, ഞാൻ അനുവാദം മേടിച്ചു, ഞാനൊരു പേഴ്സണൽ കാര്യം കൂടെ ചോദിച്ചു, പറ്റുമെങ്കിൽ മറുപടി തന്നായി ദിവ്യാണി, കലാഭവമണിയായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ എന്നോട് ദിവ്യാണി പറയാതെ ഞാൻ നേരത്തെ ഒന്ന് പറഞ്ഞ് ഇനി പറയില്ല, ഞാൻ ആ വീഡിയോ ഇനിയും പോയി കാണണമെന്ന് ചോദിച്ചു. അപ്പോൾ ഇത് വേണ്ട, ഞാൻ പറയാമെന്ന് പറഞ്ഞിട്ടാണ് പറഞ്ഞത്. ഞാൻ ചോദിക്കാൻ അനുവാദം മേടിച്ചിട്ടാണ് ചോദിച്ചത്. അതിലെന്ത് തെറ്റിരിക്കണം? അല്ല അത് കൂടാതെ ഇപ്പോൾ ചില വീഡിയോസിൽ ഇങ്ങനെ ഡയറക്റ്റ്ലി അടുത്ത് പോയിട്ട് നടന്ന് മൈക്ക് കൂടെ നടന്ന് ചോദിക്കുന്ന ഒരു കുറച്ച് വീഡിയോസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് ഹൈദരാലി മാത്രം അങ്ങനത്തെ കുറച്ച് സെഷൻസ് ചെയ്തിട്ടുള്ളൂ. അപ്പോൾ അതിൽ അവിടെ നിന്ന് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെല്ലാവരും എന്തോ കളിയാക്കാൻ വേണ്ടി ഈ രീതിയിലാണ് സംസാരിക്കുന്നത്. ഹൈദരാലി അതിന് ചിരിച്ചുകൊണ്ട് തന്നെയാണ് മറുപടി പറയുന്നത്. അപ്പോൾ അത്തരത്തിലൊരു ഒരു ഇമേജ് അവരുടെ ഇടയിൽ തന്നെ ഒരു എന്താ പറയുക, ഓക്കെ ഹൈദരാലിയാണ്, ഇതിങ്ങനെ റിപ്ലൈ കൊടുത്താൽ മതി, അവർ തന്നെ പ്രീജഡ്ജ് ചെയ്ത് സംസാരിക്കുന്ന പോലെ കാണുന്നവർക്കാണ് തോന്നുന്നത്. ദുബായിൽ പോയൊരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അപർണ ആസിഫ് അലി അപർണ അതെ ഇവിടെ എത്തിയല്ലേ എന്നുള്ളൊരു ജോവിനൊക്കെ ഉണ്ട്. ഞാനാണ് ആ പടത്തിൻ്റെ ഇവൻ്റ് എടുത്തത്. അതെ. പക്ഷെ അവിടെ എനിക്ക് പോകാൻ ഇവിടെ ഇത്രയും ഓൺലൈൻ ചാനൽ ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടിയിട്ടില്ല അവസരം. എന്തുകൊണ്ടാണ് എന്നെ ചൂസ് ചെയ്ത്? എന്തുകൊണ്ടാണ് ഞാൻ പോയ കണ്ടന്റിന് റീച്ച് ഉണ്ടാവും? ശരിക്കും അപ്പോൾ ഫിലിം ഇൻഡസ്ട്രിയിലുള്ള ആൾക്കാർക്ക് ഹൈദരാലിനെ വേണം, ഓൺലൈനിലുള്ള ആൾക്കാർക്കും ഹൈദരാലിനെ വേണം. 100% ഞാൻ വിശ്വസിക്കും. ചിലപ്പോൾ ഈ കമന്റ് ഇടുന്ന ആൾക്കാരെല്ലാവരും മണ്ടന്മാരും. 100%. അല്ല, ഞാൻ അത് മാത്രമല്ല, അമ്മയുടെ പരിപാടികൾ 2 പ്രാവശ്യം ഞാനാണ് ചെയ്തത്. അമ്മയുടെ പരിപാടിയിൽ എനിക്ക് തോന്നുന്നു ആദ്യത്തെ പരിപാടിയിൽ പിഷാരടി പറഞ്ഞ സാധനം ഭയങ്കര റീച്ചായതാണ്. നാത്തൂൻ്റെ കല്യാണം, പോകേണ്ട കല്യാണത്തിന് അല്ലേ, ഒരു ഷോർട്ട് ഫിലിമിൻ്റെ സാധനമാണ്. അത് പിഷാരടിക്ക് ഭയങ്കര ഫീൽ ചെയ്തു. ഞാൻ ഫീലായിട്ട് എടുത്തിട്ടില്ല, പിഷാരടിക്ക് ഫീൽ ചെയ്തിട്ട് എന്നെ രാവിലെ പിഷാരടി വിളിച്ചു, ഭയങ്കര ട്രോള് തന്നു. എതിർഭായി ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചത്, ഞാൻ പറയും എന്താണ്, ഞാൻ അപ്പോഴാണ് ചിന്തിക്കേണ്ടത് എന്താണെന്നുള്ളത്. ആ ഭയങ്കര ട്രോള് തന്നു. അത് പിഷാരടി എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, എനിക്കിഷ്ടമുള്ളിടത്തല്ലേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പോൾ ഇത്രയും ആളുകളുണ്ടായി, ഒരാൾ വരുമ്പോൾ അല്ലെങ്കിൽ ലാലേട്ടൻ വരുമ്പോൾ നമുക്ക് വരുമ്പോൾ മൈക്ക് വെക്കാൻ ധൈര്യത്തോട് ചെല്ലുന്ന ഒരു ജേർണലിസ്റ്റുകളെ കാണിച്ചു തരാമോ? ഉണ്ടാവില്ല. കാരണം എനിക്ക് അവരുമായിട്ട് അടുപ്പമുള്ളതുകൊണ്ടായിരിക്കും പോകുന്നത്. പണ്ടൊരു മോഹൻലാലിൻ്റെ വീഡിയോ ഇപ്പോഴും കറങ്ങുന്നുണ്ട്, വേണമെങ്കിൽ എടുത്ത് വയ്ക്കും. ഹോളിഡേ ഇന്നിൽ അമ്മയുടെ ഒരു മീറ്റിംഗ് കൊടുത്തു, വലിയ പ്രശ്നങ്ങൾ കത്തിയിരിക്കുന്ന സമയത്താണ് ഹോളിഡേ ഇന്നിൽ വെച്ചിട്ട്. എനിക്ക് തോന്നുന്നു WCC വിഷയങ്ങളൊക്കെ കത്തിക്കുമ്പോൾ അന്ന് പ്രസ് മീറ്റ് വിളിക്കുമെന്ന് പറഞ്ഞിട്ട് പ്രസ് മീറ്റ് വിളിച്ചില്ല. അപ്പം ലാലേട്ടൻ പ്രസ് മീറ്റിൻ്റെ റിലീസുമായിട്ട് വരികയാണ്. ആ റിലീസ് എൻ്റെ അടുത്തേക്ക് ഇങ്ങനെ തരുവാണ്. എൻ്റെ അടുത്തേക്ക് അത്രയും പേരുണ്ട്, എൻ്റെ അടുത്തേക്കാണ് തരുന്നത്, എൻ്റെ അടുത്തേക്ക് തരുന്നു. അപ്പം ഞാൻ ഒന്നും കൂടെ പോകുന്നു, ലാലേട്ടൻ എന്തെങ്കിലും പ്രതികരിക്കും, ലാലേട്ടൻ ദേഷ്യപ്പെട്ടു പോയി, അത് വലിയ വരലായി. പക്ഷെ ദേഷ്യപ്പെട്ടു പോയല്ല, എൻ്റെ അടുത്ത് കൊണ്ടുവന്നെങ്കിൽ എന്നോട് ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നുള്ളതേക്ക്. ഞാൻ പിറ്റേന്ന് ലാലേട്ടനോട് കണ്ടപ്പോൾ സംസാരിച്ചു, അതങ്ങനെയല്ല. പക്ഷെ അതെടുത്ത് വളച്ച് തിരിച്ചതിന് എനിക്കെന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും പറ്റില്ല. അമ്മയുടെ പരിപാടിക്ക് ലാലേട്ടൻ്റെ പുറകെ പോയി നിന്ന് സംസാരിച്ചുകൊണ്ട് ഇപ്പോൾ ട്രോള് വന്നതാണ്. എനിക്ക് ലാലേട്ടൻ തന്നെ അയച്ചു തന്നെ, ഇയാളെ കൊണ്ട് തോറ്റുള്ളൂ, ഒന്ന് ഫോണിൽ സംസാരിക്കാൻ പോലും പറ്റും, ഞങ്ങൾ ഇങ്ങനെ പുറകിൽ നിന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് കണ്ണിൽ കാണുന്നതും മിടുക്കന്മാരാണ്, ട്രോൾ ഉണ്ടാക്കുന്നതും മിടുക്കന്മാരാണ്. പക്ഷെ അതൊന്നും എന്നെ ബാധിച്ചിട്ടേ ഇല്ല ജീവിതത്തിൽ. ഈ പേഴ്സണൽ ക്വസ്റ്റ്യൻസിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഒരു 80% നമുക്ക് ഫിലിം റിലേറ്റഡ് ക്വസ്റ്റ്യൻസും ബാക്കി പേഴ്സണലിലോട്ടും പോകുന്നൊരു കാര്യം. ചിലരോട് പെർമിഷൻ എടുത്തിട്ടായിരിക്കും പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. പക്ഷെ ഒരു പ്രസ് മീറ്റ് വരുമ്പോൾ ഫിലിം പ്രൊമോഷൻ്റെ മാത്രം എന്നുള്ള രീതിയിൽ വരുമ്പോൾ പോലും നമ്മളൊരു പേഴ്സണൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുമ്പോൾ അത് ആക്ച്വലി ഒരു ജേർണലിസം എന്നുള്ള രീതിയിൽ നോക്കുമ്പോൾ അതൊരു കറക്റ്റ് രീതിയാണോ? അല്ല, അങ്ങനെ ചോദിക്കാറില്ല കേട്ടോ. പ്രസ് മീറ്റിൽ ചില വിവാദ വിഷയങ്ങളുണ്ടാകും, പ്രസ് മീറ്റിൻ്റെ PR-മാർ പറയും അത്തരം ഒരു ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് വരെ ചോദിച്ചിട്ടില്ല. എനിക്ക് നല്ല ഉറപ്പുണ്ട്. വിനായകൻ്റെ ഒരു വിനായകൻ്റെ അത് അങ്ങനത്തെ സംഭവമല്ല, വിനായകൻ എടുത്തിട്ടല്ലേ. പക്ഷെ അത് സംസാരം ആയി കഴിഞ്ഞപ്പോൾ ചേട്ടൻ തന്നെ പറയുന്നുണ്ട്, ഓക്കെ അതോടെ സ്റ്റോപ്പ് ചെയ്ത് നമുക്ക് ഒരുത്തിയിലേക്ക് പോകുന്ന ഞാൻ പറയുന്നുണ്ട്. അത് വിനായകൻ എടുത്തിട്ടാണ്. വിനായകൻ എടുത്തിട്ടപ്പോഴാണ് കുറച്ച് മീറ്റുവിനെ കുറിച്ച് അറിയാവുമെന്ന് വെച്ച് വിനായകൻ എടുത്തിട്ട സംഭവമാണ്. അന്ന് ഞാനുണ്ട്, കൗമുദിയിലെ സുമേഷുണ്ട്, ന്യൂസ് 18-ലെ അനീഷുണ്ട്. അദ്ദേഹം ഓരോരുത്തരോട് ചോദിക്കുക, നിങ്ങൾക്ക് മീറ്റുവെക്കുറിച്ച് അറിയാമെന്ന് ചോദിച്ചപ്പോഴാണ് അദ്ദേഹം എടുത്തിട്ടാണ്. നമ്മളാ ചോദ്യം ചോദിച്ചതല്ല. ഒരു പ്രസ് മീറ്റ് പോയിട്ട് ഒരു വിവാദങ്ങൾ നിൽക്കുന്ന സമയത്ത് ഇപ്പോൾ ലാലേട്ടനാണെങ്കിൽ മമ്മൂക്കയാണെങ്കിൽ ആരെയാണെങ്കിൽ ആരെയാണെങ്കിൽ അവരൊരു വിവാദം നിൽക്കുന്ന സമയമാണെങ്കിൽ PR-മാർ അപ്പം തന്നെ പറയും ഇത്തരം ചോദ്യങ്ങൾ പാടില്ല എന്ന്. PR-മാർ പറഞ്ഞാൽ നമ്മൾ ചോദിക്കാറില്ല, ഞാൻ ചോദിക്കാറില്ല ഇന്ന് വരെ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ടില്ല, നമ്മൾ ചോദിക്കുകയും ചെയ്യും. നമ്മുടെ മനസ്സിൽ ഈ ക്വസ്റ്റ്യന് വേണ്ടി നമ്മൾ നിൽക്കുന്നത്, ഇത് ചോദിക്കാൻ നമ്മൾ പോകുന്നത്, അപ്പോൾ ചോദിക്കാം. അല്ലാതെ നമ്മൾ പ്രസ് മീറ്റിൽ അങ്ങനെ ചോദിക്കാറില്ല. പക്ഷേ ശരിക്കും പ്രസ് മീറ്റിലാണ് ചോദിക്കാൻ പറ്റുന്ന അവസരം. ഇത് കോമൺ ആണല്ലോ, നമ്മൾ ഇൻ്റർവ്യൂ തരുന്നതും പ്രസ് മീറ്റും കോമൺ ആണ്. കോമണിൽ ആർക്കും എന്തും ചോദിക്കാം. പക്ഷെ അങ്ങനത്തെ ഒരു ചോദ്യം പ്രസ് മീറ്റിൽ
വിവാദങ്ങൾ വേണ്ട എന്നൊരു PR പറഞ്ഞാൽ ഞാൻ ഇന്നുവരെ ചോദിച്ചില്ല. PR ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുകയും ചെയ്യും, ചോദിച്ചിട്ടുമുണ്ട്. മീഡിയ സ്പേസിൽ പുതിയ ഒരുപാട് മുഖങ്ങൾ വരുന്നുണ്ട്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഒരുപാട് പേര് കടന്നു വരുന്നുണ്ട്. അപ്പോൾ പഴയ ജനറേഷൻ, പുതിയ ജനറേഷൻ അങ്ങനെ വേർതിരിക്കുന്നില്ല. എന്നിരുന്നാലും ഇത്ര നാൾ ഈ മീഡിയയിൽ നിൽക്കുന്ന വ്യക്തിയാണ്. ഹൈദരാലിയുടെ എന്താ പറയുക, ഒരു ഫേസ് വാല്യൂ അല്ലെങ്കിൽ എൻ്റെ റീച്ച് കുറയുന്നതായിട്ട് തോന്നിയിട്ടുണ്ട്. അതായത് പുതിയൊരാൾ വന്നു, ഓക്കെ ഇത് ഇനി കുറച്ചാൾ കഴിയുമ്പോൾ ഞാൻ സൈഡാവും എന്നൊരു തോന്നൽ എപ്പോഴും തോന്നിയിട്ടുണ്ടോ? എനിക്കങ്ങനെ എൻ്റെ ആരോഗ്യമുള്ള അത്ര കാലം ഞാൻ ഈ വീട്ടിലുണ്ടാവും എന്ന് വിശ്വസിക്കുന്ന ആളെ. എനിക്ക് സംസാരശേഷിയുള്ള അത്ര കാലം. നടക്കാൻ കഴിഞ്ഞ് വീൽ ചെയറിൽ പോവുകയാണെങ്കിൽ എനിക്ക് സംസാരമുണ്ടെങ്കിൽ എനിക്ക് വേറെ ആൾ വന്നാൽ എനിക്കൊരു എതിരാളിയായിട്ട് ഇന്ന് വരെ തോന്നിയിട്ടില്ല. എനിക്ക് ഞാൻ തന്നെ എതിരാളിയുള്ളൂ. വേറെ ആൾ എതിരാളിയായിട്ട് ഞാൻ ഇന്ന് വരെ തോന്നിയിട്ടില്ല. പക്ഷേ എൻ്റെ വീഡിയോസ് എനിക്ക് അങ്ങനെയാണ്. എൻ്റെ വീഡിയോസ് എനിക്ക് വേറൊരു എതിരാളി വരാൻ സാധ്യതയില്ല. 100% എനിക്കൊരു വേറൊരു എതിരാളി ഇല്ലെന്ന്. എൻ്റെ എതിരാളി ഞാൻ തന്നെയാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാൾ നാളെ അങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണെങ്കിൽ, അതായത് ട്രോളിന് വേണ്ടിയിട്ടാണ് ഇറങ്ങിത്തിരിക്കുന്നത്. ഇപ്പം നമ്മളിപ്പോൾ ഫിലിം റിവ്യൂസ് പറയുന്ന കുറേ ആൾക്കാരുണ്ടല്ലോ. ഓരോ ആഴ്ചകളിൽ പുതിയ പുതിയ ആൾക്കാർ വരുന്നുണ്ട്. അതുപോലെ ഒരു പുതിയ ഹൈദരാലിക്ക് ഒരു കോമ്പറ്റീഷനായിട്ട് ഒരാൾ വരികയാണെങ്കിൽ അവർക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കും. എന്തെങ്കിലും ചോദ്യത്തിന് ഡൗട്ടുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി. അല്ല, ഞാൻ ഈ പറഞ്ഞ ഒത്തിരി ആളുകൾ വരുന്നത്, ഒത്തിരി പെൺകുട്ടികൾ വരുന്നുണ്ട്. എന്നോട് ഒത്തിരി പേര് കാര്യങ്ങൾ ചോദിക്കാറുണ്ടല്ലോ. ചോദിക്കുന്ന ഒത്തിരി പെണ്ണുകൾ, നമ്മളിപ്പം ഞാനിപ്പോൾ ഒരു ഇൻ്റർവ്യൂ എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് കാണാനിരിക്കുന്നവർ വരെ ഉണ്ട്. എനിക്ക് അനുഭവമുള്ളതാണ്. അപ്പോൾ എനിക്കൊരു ചോദ്യങ്ങൾ തയ്യാറാക്കി പോയിരുന്നൊരു ഇൻ്റർവ്യൂ ഇല്ല. ഇന്ന് വരെ ചോദ്യങ്ങൾ തയ്യാറാക്കി പോയി അത് നോട്ട് ചെയ്തിട്ട് ചോദിക്കുന്നൊരു പരിപാടി എൻ്റെ ജീവിതത്തിൽ ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഞാനിപ്പം താങ്കളുടെ അടുത്തൊരു ചോദ്യം ചോദിച്ചാൽ താങ്കൾ തരുന്ന മറുപടിയിൽ നിന്ന് ഞാൻ തുടങ്ങിയാണ്. പിന്നെ അതിലേക്കുള്ള യാത്രയാണെൻ്റെ. ആ മറുപടിയിൽ നിന്നാണ് ഞാൻ തുടങ്ങുന്നത്. പക്ഷേ നമ്മൾ കറക്റ്റ് ചോദ്യങ്ങൾ തയ്യാറാക്കി പോയിരുന്ന് മൊബൈലിൽ നോട്ട് നമ്മുടെ ടെൻഷൻ, അടുത്ത ചോദ്യം ഇത് ചോദിക്കണമല്ലോ, ഇതുമായിട്ട് കണക്ഷൻ വിട്ടുപോകും. എൻ്റെ എക്സ്പീരിയൻസ് ആണ് പറഞ്ഞത്, എല്ലാവർക്കും അങ്ങനെയല്ല. അപ്പോൾ അടുത്ത ചോദ്യം ഇതാണല്ലോ, ഇങ്ങനെ ഈ ആൻസർ പോലും നമ്മൾ ശ്രദ്ധിക്കില്ല. നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്, അടുത്ത ചോദ്യത്തിലേക്കുള്ള ടെൻഡൻസി വരുവാണ്. അത്തരം ഒരു പരിപാടി എനിക്ക് ജീവിതത്തിലില്ല. അപ്പോൾ പല ആളുകളും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്, ഇക്ക ഇങ്ങനെയൊന്ന് ചോദിച്ചാൽ ഉണ്ടോ, കുഴപ്പമില്ലല്ലോ, ഇക്ക ചോദിച്ച പോലെ ഞങ്ങൾ ചോദിച്ചോട്ടെ. ചോദിച്ച ആളുകൾ എൻ്റെ അടുത്തുണ്ട്. നിങ്ങൾ ധൈര്യമായിട്ടും ചോദിക്കും. പക്ഷെ ഞങ്ങൾ ചോദിച്ചവർ ചിലപ്പോൾ മറുപടി പറയില്ല. അല്ല, പക്ഷേ ഈ പ്ലാൻഡ് അല്ലാതെ നമ്മൾ ചോദിക്കുന്ന സമയത്ത് നമ്മളുടെ വായിൽ നിന്ന് വീഴുന്ന ചില കാര്യങ്ങൾ ഈ പറഞ്ഞ പോലെ ട്രോൾ മെറ്റീരിയലായി മാറുകയും അതുപോലെ തന്നെ ആൾക്കാർക്ക് അത് ചിലപ്പോൾ ഒരു ടങ് സ്ലിപ്പായിരിക്കും, മിസ്റ്റേക്കായിട്ട് തോന്നാം. അങ്ങനത്തെ ഇഷ്യൂസ് വരാൻ സാധ്യതയുണ്ട്. നമ്മൾ ചോദ്യം തന്നെ ചിലപ്പോൾ മാറിപ്പോവാം. അങ്ങനത്തെ ഇഷ്യൂസ് വരാനായിട്ട് സാധ്യത കൂടുതലല്ലേ? 100% ഉണ്ട്. അപ്പോൾ അതൊരു എന്താ പറയുക, നമുക്കതിനൊരു പക്ഷെ അവിടെ നിന്ന് നമ്മൾ പെട്ടെന്ന് കരകയറാൻ പറ്റും. എനിക്ക് പറ്റിയിട്ടുണ്ട്, ഞാൻ കയറിയിട്ടുണ്ട്. അല്ല, അതുമാത്രമല്ല, അത് ട്രോൾ ആയാലും അതും എൻജോയ് ചെയ്യുന്ന ആളാണ്. ഞാനല്ല ട്രോളിൻ്റെ കാര്യത്തിൽ എനിക്കൊരു വിഷയം തുടക്കമില്ല. പക്ഷേ ഈ പറഞ്ഞ നമ്മുടെ വാക്കുകളൊന്നും മാറിപ്പോയാലുണ്ടല്ലോ. പക്ഷെ ഞാൻ അതിൽ നിന്ന് എനിക്ക് പ്രശ്നം ഉണ്ടായില്ല, ഞാൻ കര കയറിയിട്ടുണ്ട്. ചില പറയുന്ന വാക്കുകൾ മാറിപ്പോയിട്ട് പെട്ടെന്ന് ഞാൻ കര കയറിപ്പോയിട്ടുണ്ട്. അത് അഭിമാനത്തോടുകൂടി പറയാൻ പറ്റും. പക്ഷെ നമ്മൾ അവിടെ കിടന്ന് വേർത്ത് കുളിച്ചിട്ടൊരു പരിപാടി എനിക്കുണ്ടായിട്ടില്ല. ഞാൻ വെറും ഒരു സാധാ ആളിൽ നിന്ന് തുടങ്ങിയതാണെന്നേ. ഞാൻ ഒരു ക്യാമറമാനായിട്ട് ജീവിതം തുടങ്ങിയതല്ലേ, ഒരു ന്യൂസ് ക്യാമറമാനായിട്ട് തുടങ്ങിയിട്ട് ഇവിടം വരെ എത്തിയില്ലേ. ഇപ്പം എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകൾ ഒത്തിരി ഇല്ലേ. എൻ്റെ ഗുരു നികേഷ് സാറല്ലേ. നികേഷ് സാർ എന്തോരം വഴികൾ കേട്ടിട്ടുണ്ട് ഓരോ വാർത്തയ്ക്ക്. അദ്ദേഹം എന്തോരം ട്രോൾ അയക്കുന്നുണ്ട് അദ്ദേഹത്തിന് പിൻഗാമിയല്ലേ ഞാൻ ഉൾപ്പെടുന്ന ഈ മാധ്യമ മേഖലയിൽ നിൽക്കുന്ന എല്ലാവരും അല്ലേ. ഏത് ചാനലെടുത്ത് നോക്കിയോ, നികേഷ് സാറിൻ്റെ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങാത്ത ആരെങ്കിലും ഉണ്ടോ ചാനലിൽ നിന്ന് ഇറങ്ങാത്ത? ഒരാളെ കാണിച്ചു തരാൻ പറ്റുമോ? ഒരാൾ പോലും ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പാഠം നമുക്കൊക്കെ ഇല്ലേ. അപ്പം നികേഷ് സാറിന് സങ്കടം തോന്നത്തില്ലേ? കാര്യം ഞാനായിട്ട് പഠിപ്പിച്ചു വിട്ട എൻ്റെ പിൻഗാമിയാണെന്ന് കരുതുന്ന ഒരാളെ ഇതുപോലെ ഇട്ട് ട്രോൾ ചെയ്യപ്പോൾ സാറ് ട്രോളിലേക്ക് കയറിലേക്ക് പിന്നെ ഇങ്ങനെ നമ്മൾ എത്തിക്കുക. നികേഷ് സാർ എന്തോരം എയർലൈൻ നിൽക്കണേ, ചുമ്മാ എടുത്ത് നികേഷ് കുമാറിന് അടിച്ചു നോക്ക്, ഇപ്പം അടിച്ചു നോക്ക്. എയർലൈക്ക് ഞാൻ നികേഷ് സാർ ഒരുമിച്ചുള്ള ഇൻ്റർവ്യൂ പലതും എയർലൈക്കുണ്ട്. എത്ര എയർലൈക്കുണ്ട് സാറ്? ഈ സാറ് ഒരു ശിഷ്യന് ഏർലാണ്. ചിന്തിച്ചിട്ട് കാര്യമില്ലല്ലോ. സാറിനെ പോലെ ഒരു മാധ്യമപ്രവർത്തകൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. ഊണിലും ഉറക്കത്തിലും വാർത്ത എന്ന് പറഞ്ഞ് നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെയാണ് മാധ്യമപ്രവർത്തനം എന്നുള്ള ഞാൻ കണക്ക് കൂട്ടുന്നത്. ഇപ്പോൾ ഉള്ള നമ്മളുടെ ഈ ഓൺലൈൻ മീഡിയയിലുള്ള ആൾക്കാരുണ്ടല്ലോ, ഇപ്പോഴത്തെ ഒരു മീഡിയ കൾച്ചർ, അത് ശരിയാണ് എന്ന്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു സ്റ്റൈൽ ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? ഇപ്പോൾ നമ്മളിപ്പോൾ ഓൺലൈൻ ഇൻ്റർവ്യൂവിനെ പറ്റി പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു ഫിലിം റിവ്യൂവിനെ പറ്റി പറയുന്ന സമയത്ത് പലരും മിക്സഡായിട്ട് പറയുന്നുണ്ട്. ഒരാൾ ഒരു പടത്തിനെ പറ്റി മോശം പറഞ്ഞ് പടം പൊട്ടിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് പലരും പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മളുടെ ഈ ഓൺലൈൻ ഇൻ്റർവ്യൂ ഇടുന്ന ആൾക്കാർ, മീഡിയ കൾച്ചർ അത് ഭയങ്കരമായിട്ട് മാറിപ്പോയി.
ഇപ്പോൾ ഫുൾ ക്ലിക്ക് ബൈറ്റിന് വേണ്ടി നിൽക്കുന്നു, അങ്ങനത്തെ കുറേ നിലപാടുകൾ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു വാല്യൂ ഡ്രോപ്പ്, ആ ഒരു വാല്യൂ വാല്യൂ കുറയുന്നത് ഫീൽ ചെയ്യുന്നുണ്ട്. അതിനെപ്പറ്റി എന്താ തോന്നുന്നത്? നമ്മൾ റിവ്യൂവിലേക്ക് വന്നു കഴിഞ്ഞാൽ റിവ്യൂ ചെയ്യുന്നതിന് തെറ്റില്ല. ജനാധിപത്യ രാജ്യമാണ്. എനിക്കിഷ്ടപ്പെടുന്ന സിനിമ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല, റിവ്യൂ ആണ്. പക്ഷെ അത് വ്യക്തിഹത്യയിലേക്ക് പോകരുതെന്നുള്ളൂ. അതിനാണ് ഞാൻ പോരാടിയത്. ഞാൻ അശ്വന്ത് കോക്കുമായിട്ട് ഭയങ്കര പോരാടി കേസ് വരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാണ്. എൻ്റെ അച്ഛനും അമ്മയും ഇട്ട പേര് മാറ്റി വിളിച്ച വ്യക്തിയാണ്. മനസ്സിലായല്ലേ? അതിനെപ്പറ്റി ചോദിക്കാനുണ്ട്. ആ കേസിന് എന്തായത്? അല്ല, അത് കോടതിയിൽ നിൽക്കുന്നുണ്ട്. അത് അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ പണിപ്പുരയിൽ തന്നെയാണ് നിൽക്കുന്നത്. അത് ആർക്ക് എഗെയിൻസ്റ്റ് ആണ് ആക്ച്വലി? അശ്വന്ത് കോക്കിനെതിരെ ഞാൻ കൊടുത്തൊരു കേസ് നിൽക്കുന്നുണ്ട്. അതിൻ്റെ നടപടിക്രമമൊന്നും ആയിട്ടില്ല. അതിങ്ങനെ പോകുന്നു. ഞാൻ പറഞ്ഞു വെച്ചാൽ അങ്ങനത്തെ ആളുകളെ വ്യക്തിഹത്യ ചെയ്യുന്നതിൽ ഞാൻ യോജിക്കില്ല. സിനിമ ഇഷ്ടപ്പെട്ടില്ല എന്ന് പറയാം, അതിൻ്റെ കാരണങ്ങളും പറയാം. പക്ഷേ എൻ്റെ പേര് ഞാൻ അഭിനയിച്ചത് ഹൈദരാലി അഭിനയിച്ച് ശരിയായില്ല, അവൻ അഭിനയിക്കാൻ അറിയില്ല, അവൻ എന്താണ് കാണിച്ചത്, ഊളയാണ്, അങ്ങനെ പറയാൻ പാടില്ലോ. അത് ഒരാളുടെ പേരിലും ഒരു വ്യക്തിയുടെ പേരിലും പറയാൻ പാടില്ല. റിവ്യൂ പറയുന്നത് തെറ്റില്ല എന്ന് വിശ്വസിക്കുന്നു. പക്ഷേ വ്യക്തിഹത്യ ചെയ്യുകയും ആ സിനിമയെ നശിപ്പിക്കുകയും ചെയ്യുകയാണെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ ഞാൻ നിൽക്കില്ല. കാരണം എൻ്റെയും അന്നമാണ് ഇൻ്റർവ്യൂസ് സിനിമ ഇറങ്ങുമ്പോൾ, അല്ലേ? അപ്പോൾ അതിന് കൂട്ടി നിൽക്കില്ല. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഓൺലൈൻകാരുടെ അഭിമുഖം ക്ലിപ്പ് ബൈറ്റിന് വേണ്ടിയാണെന്ന് പറഞ്ഞത്. അതിലും ഏറ്റവും വലിയ ദൂഷ്യം എന്താണെന്ന് അറിയാം. ഇപ്പം ഓൺലൈൻ എന്ന് വെച്ചാൽ ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ വരാം, അത്ര മോശമൊന്നും ഞാൻ പറയുന്നില്ല, അവരുടെ ആഹാരമാണ്, അല്ലേ? ആ മൊബൈൽ കൊണ്ട് ഷൂട്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഒരു പെൺകുട്ടി വരുമ്പോൾ ഷൂട്ട് ചെയ്യേണ്ടത് എങ്ങനെയാണ്, ആ ഒരു മര്യാദ പാലിക്കാത്ത കുറേ ആളുകളുണ്ട്. അതോട് എനിക്ക് യോജിപ്പില്ല. അത്തരം ഒരു വീഡിയോ ജേർണലിസത്തിന് ഒരിക്കലും യോജിക്കാത്തൊരു വ്യക്തിയാണ് ഞാൻ. അത്തരം ഒരു മാർഗത്തിലേക്ക് പോകാത്ത ഒരാളാണ്. പക്ഷേ നാടോടുമ്പോൾ നടുവേ ഓടണമെന്ന് പറഞ്ഞ പോലെയാണ് ഇപ്പോൾ. അങ്ങനെ പോയില്ലെങ്കിൽ നമ്മുടെ വീഡിയോക്ക് റീച്ചില്ലാത്ത അവസ്ഥയാണ്. അത് നിയന്ത്രിക്കേണ്ട അത്യാവശ്യ ഘടകമായി മാറിയിട്ടുണ്ട്. അതിനുവേണ്ടിയാണ് നിർമ്മാതാക്കളുടെ സംഘടന ഇപ്പോൾ അവരുമായിട്ട് ടൈപ്പായിട്ടൊരു സംഭവം വരുന്നുണ്ട്. നിർമ്മാതാക്കളുടെ സംഘടന മുൻകൈ എടുത്തിട്ടുണ്ട്. നിയന്ത്രണത്തിന് വേണ്ടിയാണ്. അവരുടെ പെർമിഷൻ ഇല്ലാതെ ഷൂട്ടിന് വിളിക്കരുത്, പ്രസ് മീറ്റിന് വിളിക്കരുത്. എന്നുവെച്ചാൽ 100, 200, 300 പേരാണ് വരുന്നത് പ്രസ് മീറ്റ് വിളിച്ചു കഴിഞ്ഞാൽ. ഒരു മൊബൈൽ ഉണ്ടെങ്കിൽ അവിടെ കയറാം. അവന് ഒരു ചിലവുമില്ല. ഒരു മൊബൈലുമായിട്ട് നമ്മൾ ഒരിക്കലും കാണാത്ത മുഖങ്ങളാണ് നമ്മൾ ഒരു പ്രസ് മീറ്റ് പോകുമ്പോൾ. ക്രൗൺ പ്ലാസയിലേക്ക് ഒരു പ്രസ് മീറ്റ് ഒരാൾക്ക് 1500 രൂപയാണ്. അപ്പോൾ നിർമ്മാതാവിന് താങ്ങാവുന്നതിനപ്പുറത്താണ്. അവിടെ ആ പ്രസ് മീറ്റ് കവർ ചെയ്യുന്നില്ല അവരാരും. അവർ ഈ ആർട്ടിസ്റ്റ് വരുന്ന മാത്രമേ ഷൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. ആ പ്രസ് മീറ്റ് പോയാലേ ഉള്ളൂ ആ നിർമ്മാതാവിന് ഗുണമുള്ളൂ. അപ്പോൾ അതിനൊരു നിയന്ത്രണം വരേണ്ടത് അത്യാവശ്യമാണ് എന്ന് കണക്കുകൂട്ടിയൊരു വ്യക്തിയാണ്. അതിനാണ് ഇപ്പോൾ നിർമ്മാതാക്കളുടെ സംഘടന അത്തരം ഒരു നടപടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ നമ്മൾ ഈ പറഞ്ഞ പോലെ ഇൻ്റർവ്യൂ എടുത്തിട്ട് ക്ലിക്ക് ബൈറ്റിന് വേണ്ടി മാത്രം ചെയ്യുന്ന ഒരു ജേർണലിസത്തിന് ഞാൻ യോജിക്കുന്നില്ല. അപ്പോൾ ഇപ്പോൾ ഈ ക്ലിക്ക് ബൈറ്റിനെ പറ്റി പറഞ്ഞ കാര്യത്തോട് ഞാൻ പറയുകയാണ്. അതായത് അവർ ചിന്തിക്കുന്നത് അവർക്ക് എങ്ങനെയെങ്കിലും റീച്ച് കിട്ടണം, അവർക്ക് എങ്ങനെയെങ്കിലും ഇതിൽ നിന്ന് വരുമാനം കിട്ടണം. സ്റ്റാർട്ടിങ്ങിൽ ഹൈദരാലി സംസാരിച്ചത് ആ ഒരു പോയിന്റ് ഓഫ് വ്യൂവിലാണ്. അപ്പോൾ ഇവരുടെ എല്ലാവരുടെയും ഒരു രീതിയിൽ ഐഡിയോളജി ഏകദേശം സെയിം ആയിട്ടല്ലേ വരുന്നത്? തീർച്ചയായിട്ടും. അപ്പോൾ അവർ ഫോക്കസ് ചെയ്യുന്ന ഒരു ആക്ട്രസ് എക്സ്പോസ് ചെയ്ത് വരിക, അല്ലെങ്കിൽ അതിൻ്റെ ഒരു വീഡിയോ കാണാനായിട്ടൊരു വിഭാഗം ആൾക്കാരുണ്ട്, കുറച്ച് ട്രോള് കാണാനായിട്ടൊരു വിഭാഗം ആൾക്കാരുണ്ട്. ഇപ്പം ഈ 2 ലെയറിലുള്ള ആൾക്കാരും ഏകദേശം ഒരു വഴി കൂടി പോകുന്ന ആൾക്കാർ തന്നെയാണ്. അതെ, എന്ത് സംശയിക്കണം. അപ്പോൾ അവരെ നമുക്ക് എങ്ങനെ റിസ്ട്രിക്റ്റ് ചെയ്യാൻ പറ്റും? നമുക്ക് അവരൊരു എന്താ പറയുക, ഇപ്പം ഞാൻ ചെയ്യുന്നൊരു കാര്യം, ഞാൻ തെറ്റായിട്ട് അല്ലെങ്കിൽ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇതേ പാറ്റേണിൽ തന്നെ ഉള്ളതാണ്, അതിനെ മാറ്റി ചെയ്യണമെന്ന് വേറൊരാളോട് പറയുമ്പോൾ ഞാൻ തന്നെ അവർക്കൊരു മാതൃക കാണിച്ചു കൊടുക്കട്ടെ, ഞാൻ തന്നെ ഇങ്ങനെ ആവണം എന്ന് പറയാൻ പറ്റും നമുക്ക്? നമ്മൾ പറയുന്നുണ്ട് കേൾക്കുമോ? അല്ല, ഒരു മാനദണ്ഡം കൊണ്ടുവരുമെന്ന് പറഞ്ഞില്ലേ? മാനദണ്ഡത്തിന് തീരുമാനങ്ങൾ വരുന്നുണ്ട്. ഇത്തരം വീഡിയോസ് പാടില്ല, ഇങ്ങനെ വീഡിയോ എടുക്കുന്നവരെ പേര് സഹിതം ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് നിർമ്മാതാക്കളുടെ സംഘടന. ഞാൻ ആ മീറ്റിങ്ങിൽ പറഞ്ഞത് നിർമ്മാതാക്കളുടെ സംഘടന ലിസ്റ്റ് ചെയ്ത് വെച്ചേക്കാണ് ഇത്തരം ആളുകൾ നമ്മൾ അടുപ്പിക്കേണ്ട. പക്ഷെ ഒരു പ്രസ് മീറ്റ് എടുക്കുമ്പോൾ ആ പ്രൊഡ്യൂസറിൻ്റെ കയ്യിൽ എത്ര രൂപ ആവുന്നുണ്ടെന്നറിയോ? ആ പ്രൊഡ്യൂസറിൻ്റെ ഗുണമില്ലെങ്കിൽ എന്താണ്? ഇപ്പോൾ ഒരു ഇൻ്റർവ്യൂ ആർട്ടിസ്റ്റ് ഗെയിം ഷോ ആയിട്ടാണ് ചില ആളുകൾ വരുന്നത്. ആ സിനിമയുടെ പേര് പോലും തമ്പലയിൽ വെക്കാറില്ല, വെറുതെ ഗെയിം ഷോ. തുടക്കം മുതൽ അവസാനം വരെ എന്ത് ഗുണമായിരിക്കണം? പക്ഷെ അത് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളുണ്ട്. അപ്പോൾ ഇവരെ മാത്രം കുറ്റം പറയാൻ പറ്റുമോ? ഈ വരുന്ന ചാനലുകാരെ മാത്രം കുറ്റം പറയാം, ആങ്കറിനെ കുറ്റം പറയാം? അത് ഇഷ്ടപ്പെടുന്ന ആർട്ടിസ്റ്റുകളുണ്ടെന്നേ. ആർട്ടിസ്റ്റുകൾ ഇപ്പോൾ തിരഞ്ഞെടുക്കുന്നത് ആരാണ്? ഹൈദരലിയാണോ? ചിലവർ ഹൈദരലിക്ക് എന്നാൽ കൊടുക്കണ്ട. ഇതാരാണ്? വേറെ പേര് ഞാൻ പറയുന്നില്ല, വേറെ അവിടെ കൊടുത്താൽ മതി, അത് ഭയങ്കര റീച്ചാണ് എന്ന് ആർട്ടിസ്റ്റുകൾ ലിസ്റ്റിടുകയാണ്. ഇപ്പം അവർ ലിസ്റ്റിടുകയാണ്. ഇപ്പോൾ ഉദാഹരണത്തിന് സായി പല്ലവി ഒന്നല്ലോ, സായി പല്ലവിക്ക് എൻ്റെ അറിവിൽ പ്രൊഡക്ഷൻ ടീം ഇത്ര ലിസ്റ്റ് കൊടുത്തു. സായി പല്ലവി ആ ലിസ്റ്റൊക്കെ വെട്ടി ഒരാൾ മതിയെന്ന് പറഞ്ഞു.
അങ്ങനെയും ചെയ്യുന്നവരുണ്ട്. നടന്ന സംഭവമാണത്. ഞാൻ നടക്കാത്ത ഒരു കാര്യം പറഞ്ഞിട്ടില്ല. പക്ഷേ ആർട്ടിസ്റ്റുകളും അങ്ങനെ തിരഞ്ഞെടുക്കുവാണ്. ഇന്ന ആൾ ചെയ്താൽ ഓക്കെയാണ്. എനിക്ക് നല്ല റീച്ച് കിട്ടും. അത് പ്രേക്ഷകരുടെ മുമ്പിലേക്ക് എത്തും എന്ന് ചിന്തിക്കുന്ന ആർട്ടിസ്റ്റുകളുമുണ്ട്. പക്ഷേ അത് നേരെ തിരിച്ച് നിർമ്മാതാക്കൾ അവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഗെയിം ഷോ ആയിട്ട് മാറും. അവർക്ക് കൊടുത്തിട്ട് എനിക്ക് ഗുണമില്ലല്ലോ എന്ന് ചിന്തിക്കുന്ന പ്രൊഡ്യൂസർമാരുമുണ്ട്. അപ്പോൾ ഇവിടെയൊക്കെ പ്രശ്നം എന്താണ്? ഇതിൻ്റെ എല്ലാം പഴി വരുന്നതാണ് സാധാരണ യൂട്യൂബ് ചാനൽ നടത്തുന്ന പാവങ്ങളായ കുറേ പേർക്ക്. രണ്ടുപേരും അങ്ങനെ ചിന്തിക്കുന്നതുകൊണ്ടാണ് വിഷയം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ ഞാൻ തുറന്നു പറഞ്ഞ ഒരാളാണ്. WCCയുടെ നിലപാട് ഇരട്ടത്താപ്പാന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എത്രയോ വാർത്തകൾ ഇവിടെ പൊളിഞ്ഞുപോയി. ഈ ഒരു വർഷം എത്ര വാർത്തകൾ മെയിൻ ചാനലിനെ പൊളിഞ്ഞുപോയി. എൻ്റെ ഫാദറിനെതിരെ വാർത്ത കിട്ടിയാലും ഞാൻ കൊടുക്കും. ഇത് ജെന്യൂൻ ആണെങ്കിൽ. ഞാൻ ഇപ്പോഴും പറയുന്നു, ദിലീപ് ഡയറക്റ്റല്ല ഇൻഡയറക്റ്റായിട്ട് ഒരാൾക്കൊണ്ട് പറയിപ്പിച്ച് ചെയ്യിപ്പിച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നീതാദ് വാസിയുടെ ഇൻ്റർവ്യൂ എടുക്കില്ല എന്ന് ഞാൻ തീരുമാനിച്ച കാര്യമാണ്. അന്ന് വീണയ്ക്കെതിരെ പുള്ളി ചീത്ത വിളിക്കുകയില്ല. അന്ന് ലിഫ്റ്റിൽ കയറുമ്പോൾ എന്നെ ചീത്ത വിളിച്ചിട്ടാവേ, നീ എനിക്കെതിരെ വാർത്ത കൊടുക്കില്ലടാ എന്നും പറഞ്ഞൊരു ഭാഷ പറഞ്ഞിട്ടാവേ.